ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയും അതുപോലെ തന്നെ സുധീഷും കൂടെ ഒരുമിച്ച് ജോലിയുടെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ആ ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷിന് ആകെ കൂടി നിധിനെ ഒന്ന് അടുത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ആയിരിക്കും. പക്ഷെ നിധി ആണെങ്കിൽ സുധീഷിനോട് തന്നെ കമ്പനിയിലേക്ക് കൊണ്ടുവിടണ്ടെന്ന് പറയുകയാണേ. ആ സമയത്ത് സുധീഷ് പിന്നെയും നിർബന്ധിക്കുമ്പോൾ നിധി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ സ്വന്തമായിട്ട് ജീവിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, തൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതിന് സമ്മതിക്കില്ല എന്ന് തോന്നുമല്ലോ, ഇതിലും ഭേദം എൻ്റെ വീട് തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിധി ചൂടാകുമ്പോൾ സുഭാഷ് ഏട്ടനും നിധിക്ക് സപ്പോർട്ട് പറയുകയാണേ. അവൾ പോകാമെന്ന് പറഞ്ഞല്ലേ, പിന്നെ നിനക്കെന്താ കുഴപ്പം? അവൾ പോയി എല്ലാം തനിയെ പഠിച്ചു വരട്ടെ, തനിയെ സഞ്ചരിച്ചും ഒക്കെ ആ ഒരു ഉത്ഭയമൊക്കെ മാറട്ടെ എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ നിധി അവിടെ നിന്ന് മാറുമ്പോൾ പെട്ടെന്ന് സുധീഷ് സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടാ, ഞങ്ങൾക്ക് ആകെ കൂടെ ഒരിച്ചിരി പേഴ്സണൽ സ്പേസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ പോകുമ്പോഴാണ്, അതുകൊണ്ടല്ലേ അതും കൂടെ സമ്മതിക്കില്ല. ഒരു ഏട്ടൻ വന്നിരിക്കുന്നു, അനിയും മോനും കണക്കാം എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ആകെ ദേഷ്യപ്പെട്ടു പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ സുധീഷാണെങ്കിൽ നിധി ബസ്സിലൊക്കെ പോകുന്നത് കാണുമ്പോൾ സുധീഷിന് വല്ലാണ്ടങ്ങ് സങ്കടമൊക്കെ വരികയാണേ. അതായത് ഒരുപാട് തിരക്കും തിക്കും ഒക്കെ ഉള്ള ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കിനും നിധിക്കത് ബുദ്ധിമുട്ടാകുമോ ഒക്കെ ഓർത്തിട്ട് സുധീഷിന് വല്ലാത്തൊരു വേവലാതിയാണ് കേട്ടോ. അങ്ങനെ സുധീഷാണെങ്കിൽ നമ്മുടെ ഹരീഷിനോട് പറയാണ്, എടാ നിൻ്റെ ഒരു നല്ലൊരു വണ്ടി വേണം, ഒരു 2 വീലർ നിൻ്റെ കടയിൽ അതുപോലത്തെ വരുന്നുണ്ടെങ്കിൽ നീ പറയണം എന്നൊക്കെ പറയണം. അപ്പോൾ ഇതിന് മുന്നേ പറയുന്നുണ്ട്, നല്ലൊരു പുതിയ വണ്ടി തന്നെ നിധിക്ക് എടുത്തു കൊടുക്കണം, അല്ലെങ്കിൽ അവൾക്കത് ഒരു പഴയ വണ്ടി കൊടുക്കുമ്പോൾ അത് അവളുടെ സ്റ്റാറ്റസിന് ചേർന്നല്ല. അവൾ എന്തൊക്കെ പറഞ്ഞാലും വലിയ വീട്ടിൽ ജീവിച്ച് വളർന്ന കുട്ടിയല്ലേ, അപ്പോൾ നമ്മൾ അവളുടെ സ്റ്റാറ്റസിനെ കുറയ്ക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് 1.5 ലക്ഷം രൂപയോളം അടുത്താകുമെന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? 1.5 ലക്ഷം രൂപയൊക്കെ നമ്മുടെ കയ്യിൽ എടുക്കാൻ കാണുമോ? അതുകൊണ്ട് നീ ഇപ്പം അതിനൊന്നും മുതിരണ്ട. ഇവൻ്റെ കടയിലേക്ക് ചിലപ്പോൾ നല്ല വണ്ടികൾ വരുമല്ലോ, അതായത് പുതിയ വണ്ടികൾ, ഒത്തിരി ഉപയോഗിച്ച് പഴകാത്ത നല്ല വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികൾ ഏതെങ്കിലും എടുത്താൽ മതി. ഇവന് വണ്ടികളെക്കുറിച്ച് അറിയാഞ്ഞത് കൊണ്ട് വലിയ കാര്യം പറഞ്ഞില്ല, ഇവനും ഉപയോഗിക്കുന്ന ബൈക്ക് അങ്ങനെ എടുത്തതല്ലേ എന്നൊക്കെ പറയാനുണ്ടോ. അതൊരു അരമനസ്സോടു കൂടി സമ്മതിക്കാനുണ്ടോ സുധീഷ്. എന്നിട്ട് സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, നിൻ്റെ കടയിൽ നല്ല വണ്ടി വരുമ്പോൾ നീ പറയണം, നിൻ്റെ ഏട്ടത്തിൻ്റെ കാര്യം, അതുകൊണ്ട് നീ മറക്കരുത്. പിന്നെ വില കുറവായിരിക്കണം, കാഴ്ചയിലോ പുത്തനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിമാൻഡുകളൊക്കെ പറയുകയാണ്. അങ്ങനെ നിൻ്റെ ഡിമാൻഡിനൊക്കെ ഇപ്പോൾ വണ്ടി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഹരീഷ് കുറച്ച് കളിയാക്കിയിട്ട് അങ്ങനെ പോകാൻ കേട്ടോ. അങ്ങനെ ഓരോ ദിവസവും സുധീഷിന് നമ്മുടെ നിധിയോടുള്ള ഇഷ്ടം, ആ ഒരു പ്രണയം കൂടി വരികയാണ് കേട്ടോ. പക്ഷെ നിധി എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിധിയാണെങ്കിൽ സുധീഷുമായിട്ട് അങ്ങ് അടുക്കണില്ല കേട്ടോ. സുധീഷ് ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ വരുമ്പോൾ നിധിയാണെങ്കിൽ ഒഴിഞ്ഞു മാറി പോവുകയാണേ. പക്ഷേ സുഭാഷ് ഏട്ടനോടും അതുപോലെ തന്നെ നികേഷിനോടും ഹരീഷിനോടും ഒക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയും കിച്ചണിലെല്ലാ കാര്യങ്ങളും സഹായിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അച്ഛനുമായിട്ട് നല്ല രീതിയിൽ ഒരു അടുപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷിന് ആകെ ഒരു മനസ്സിനൊരു സങ്കടം ഉണ്ട് കേട്ടോ. കാരണം തന്നോട് മാത്രമേ ഈ ഒരു അകലിച്ച് കാണുന്നുള്ളൂ, ബാക്കി എല്ലാവരോടും ചെയ്യേണ്ട കടമകളും ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ടതായ രീതിയിൽ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിൽക്കേണ്ടതായ രീതിയിലെല്ലാം നിൽക്കുന്നുണ്ട്. പിന്നെ തന്നോട് മാത്രം ഇത്ര ഒരു അകലിച്ച, എന്തായാലും അതൊക്കെ മാറ്റിയെടുക്കണം, അധികം വൈകാതെ തന്നെ ഒരുമിച്ചൊരു ജീവിതവും തുടങ്ങണം, അതിന് വേണ്ടിയിട്ട് എന്ത് ഞാൻ ചെയ്യും എന്നൊക്കെ ഉള്ളൊരു സ്വപ്നങ്ങൾ, ഒരു മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ സുധീഷ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ നിധിയാണെങ്കിൽ ഒരു ദിവസം ഓഫീസിലേക്ക് പോകും വഴിയാണെങ്കിൽ ബസ്സിൽ വെച്ച് നിധിയെ കുറേ പേര് കൂടി ഇങ്ങനെ കിൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് അത് നികേഷിനോട് നിധി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നികേഷ് അത് പെട്ടെന്ന് ഓർക്കാതെ സുധീഷിനോട് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറഞ്ഞിട്ടുണ്ടായിരിക്കും വീട്ടിലാരും ഇതറിയണ്ടെന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നികേഷ് ആണെങ്കിൽ അറിയാതെ വായിൽ നിന്ന് രാത്രിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നികേഷിൻ്റെ വായിൽ നിന്ന് അറിയാതെ അത് വരികയാണ് കേട്ടോ. അങ്ങനെ സുധീഷ് നികേഷിനെ കൂട്ടിപ്പോയി അതേത് പയ്യന്മാരാണെന്ന് ഇങ്ങനെ ചോദിച്ചറിയാനേ. അങ്ങനെ പിറ്റേ ദിവസം ആ പയ്യന്മാരെ ബസ്സിലുണ്ടോ എന്ന് നോക്കുമ്പോൾ അവരവിടെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ സുധീഷ് തീരുമാനിക്കുകയാണ്, ഇന്ന് ബസ്സിൽ പോകാമെന്ന് തീരുമാനിച്ച് സുധീഷ് ആ ബസ്സിലേക്ക് കയറുകയാണേ. അങ്ങനെ നിധിയെ അന്നും അവിടെ കാണുമ്പോൾ ആ പിള്ളേരെ ശല്യം ചെയ്യാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ സുധീഷ് അവരുമായിട്ട് വഴക്കൊക്കെ ഇടുകയാണ് കേട്ടോ.
അങ്ങനെ വലിയ വഴക്കിൽ അത് കലാശിക്കുകയാണ്. അങ്ങനെ ബസ് നിർത്തുകയും പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി അടിയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണ്. നിധിക്കത് വല്ലാത്തൊരു ഇൻസൾട്ടായിട്ടാണ് നിധിക്ക് തോന്നുന്നത്. നിധി പറയുന്നുണ്ട്, എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടോ, സുധീഷിനോട് ഞാൻ പറഞ്ഞോ എന്നെ വന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ഞാൻ പറഞ്ഞോ, പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്താൽ പോരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് സുധീഷിനോട് വഴക്കിടുമ്പോൾ സുധീഷിന് മനസ്സാകെ വിഷമിക്കുകയാണ്. കാരണം നിധിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത്. പക്ഷെ നിധി അതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ സുധീഷിന് വല്ലാത്തൊരു സങ്കടമായിരിക്കും കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിൽ എല്ലാവരും നിധിയെ ഇങ്ങനെ തുറച്ചു നോക്കുന്നതൊക്കെ കാണുമ്പോൾ നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണ്. അന്നേ ദിവസം നിധി അവരെ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല, ഒന്ന് നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ, അല്ലാതെ ശല്യപ്പെടുത്താനായിട്ട് വന്നിട്ടില്ലായിരിക്കും. പക്ഷേ സുധീഷ് ആണെങ്കിൽ ചാടിക്കയറി അവരുമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ അതേ ചൊല്ലി ഒരു വലിയ വഴക്ക് ഇവർക്കിടയിൽ നടക്കുകയാണ്. അങ്ങനെ സുഭാഷ് ചേട്ടൻ ഒത്തുതീർപ്പൊക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിധി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല കേട്ടോ. നിധി പറയുന്നുണ്ട്, ഇങ്ങനെ ബോഡി ഗാർഡായിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം, പിന്നെ സുധീഷ് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ. അങ്ങനെ പരുഷമായ വാക്കുകൾ കേൾക്കുമ്പോൾ ഹരീഷ് ആണെങ്കിലും സുധീഷിനോട് പറയുന്നുണ്ട്, നീ ഇനി ഏട്ടത്തിൻ്റെ കാര്യങ്ങൾ ഒത്തിരി ഇടപെടാൻ പോകണ്ട, അത് ഏട്ടത്തിക്ക് ഇഷ്ടമല്ല, പിന്നെ നീ എന്തിനാ വല്ലാതെ വലിഞ്ഞു കയറി ചെല്ലുന്നത്, അതിൻ്റെ കാര്യമില്ല എന്നിങ്ങനെ പറയാനുണ്ടോ. ഇത് ഒന്നും മാറാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ ഇങ്ങനെ നാണം കെട്ട് ചെല്ലണ്ട, നിൻ്റെ വില മനസ്സിലാക്കി ഏട്ടത്തിൽ തന്നെ ഒരു നാൾ നിൻ്റെ അടുക്കിലേക്ക് വരും എന്നൊക്കെ ഇങ്ങനെ ഹരീഷ് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ സുധീഷിന് വല്ലാത്ത സങ്കടം വരികയാണ്, വല്ലാതെ ഫീൽ ആവുകയാണ് കേട്ടോ. അങ്ങനെ സുധീഷ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ സുധീഷ് ഒന്നും മിണ്ടാതെ അങ്ങനെ നടക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ സുധീഷിൻ്റെ മൗനം നമ്മുടെ നിധി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ സുഭാഷ് ചേട്ടൻ രാവിലെ ചായ വെക്കുമ്പോൾ ആ ചായയായിട്ട് സുധീഷിന് കൊടുക്കാൻ പോകുമ്പോൾ നിധിയാണെങ്കിലും ഞാൻ കൊടുക്കായിട്ടാന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് സുധീഷിൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കാൻ പോകാൻ കേട്ടോ. അങ്ങനെ സുധീഷിന് ഇങ്ങനെ നീട്ടുമ്പോഴത്തേക്കിനും സുധീഷ് ആദ്യം ഒന്നും മേടിക്കാൻ കൂട്ടാക്കുന്നില്ല, പിന്നെയും ഇങ്ങനെ നിധി ആ ചായയുമായിട്ട് അവിടെ നിൽക്കുന്ന കാണുമ്പോൾ അത് കൈ നീട്ടി മേടിക്കാൻ കേട്ടോ. എന്നിട്ട് നിധി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ സുധീഷ് അങ്ങനെ തിരിഞ്ഞു പോകാൻ കേട്ടോ. എന്നിട്ട് പിന്നെയും നിധി ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കിനും നിധിയാണെങ്കിൽ സുധീഷിനോട് പറയുന്നുണ്ട്, ഇന്ന് ഓട്ടോ ഒന്നും ഇല്ല, ഇന്ന് പോകുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ, അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമല്ലോ എന്നോർത്തിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും സുധീഷ് ആണെങ്കിൽ ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, ഏട്ടനോടല്ലേ ഏട്ടത്തിൽ ചോദിക്കുന്നത്, ഏട്ടനൊന്നും കേട്ടില്ലേ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കേട്ടില്ല, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ, എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ആരും വരണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് സുധീഷ് അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുമായിരിക്കും കേട്ടോ. അപ്പം നിധിക്കും അത് വല്ലാത്ത സങ്കടമാണ്. പിന്നെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, സാരിയില്ല മോളെ, അവന് ഇന്നലെ മോൾ അതൊക്കെ പറഞ്ഞപ്പോൾ സങ്കടമായി കാണും, അവൻ മോൾക്ക് വേണ്ടിയിട്ടല്ലേ ഓരോന്ന് ചെയ്യുന്നത്, എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനാണ് അവൻ്റെ മനസ്സിലൊന്നുമില്ല, ഒരു ശുദ്ധ മനസ്സ്, ഒരു പാവമാണ്. മോള് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവനത് താങ്ങാൻ കഴിഞ്ഞില്ലായിരിക്കും, അതിൻ്റെ സങ്കടമാണ്. അവൻ എവിടെ പോകാനാണ്, 2 ദിവസം കഴിയുമ്പോഴത്തേനും അവൻ നമ്മളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടിക്കോളും, അവൻ്റെ മനസ്സിന് തീരെ കട്ടിയില്ല, അവൻ അങ്ങനെ ഒരു പൊട്ടന എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിക്കും അത് വല്ലാതൊരു ഹേർട്ടാവുന്നുണ്ട്. കാരണം സുധീഷ് എപ്പോഴും നിധിയുടെ പിന്നാലെ തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു 2 ദിവസം സുധീഷ് നിധിയുടെ അടുക്കിലേക്ക് പോലും പറഞ്ഞില്ല, നിധിയുടെ നിഴലിൻ്റെ ഭാഗത്തേക്ക് പോലും പറഞ്ഞില്ല. അപ്പോൾ അത് നിധിക്ക് വല്ലാത്തൊരു മിസ്സിങ് ആയിട്ട് തോന്നുകയാണേ. അങ്ങനെ ഇരിക്കായിരിക്കും ഈ ഒരു ദേഷ്യവും അമർഷവും ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടായിരിക്കും സുധീഷ് ഓട്ടോ ഓടാൻ പോയിരിക്കുന്നത്. ആ ഒരു സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സുധീഷിൻ്റെ മൈൻഡിലേക്ക് ആ നിധി പറഞ്ഞ വാക്കുകളൊക്കെ, എൻ്റെ ബോഡി ഗാർഡാണോ, എൻ്റെ പിന്നാലെ വരണമെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ആ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ മിന്നി മറയാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ കൺട്രോൾ വിട്ടു പോകുകയാണ്, വണ്ടി ചെന്ന് ഇടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇടിച്ച് നമ്മുടെ സുധീഷിന് ആക്സിഡൻറ്റ് പറ്റുകയാണ്. അങ്ങനെ സുധീഷ് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സുഭാഷ് ചേട്ടനും ഹരീഷും നികേഷും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. വൈകുന്നേരം നിധി വരുമ്പോൾ നിധിയോട് പറയുമ്പോൾ അങ്ങനെ നിധിയും അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയത്ത് സുധീഷിൻ്റെ കാലൊക്കെ നല്ല പെയിൻ ഉണ്ടായിരിക്കും, കാലൊക്കെ കെട്ടിവെച്ചിരിക്കുകയായിരിക്കുമേ. അപ്പോൾ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാൻ വേണം. അതുപോലെ തന്നെ സുധീഷിന് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ 2 ദിവസം ഇവിടെ നിൽക്കാം, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, അത് സാരമില്ല ഏട്ടാ, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യും, ഏട്ടൻ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വേണേൽ കൂട്ടിരിക്കാം എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആരും എനിക്ക് വേണ്ടി കൂട്ടിരിക്കേണ്ട, ഇതങ്ങും തനിയെ മാറിക്കോളും, അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ നിന്നെ കൊണ്ട് അനങ്ങാൻ പോലും കഴിയില്ല മറ്റൊരാളുടെ സഹായമില്ലാതെ, എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുമ്പോൾ എന്നാൽ ഏട്ടൻ നിൽക്ക് എന്നിങ്ങനെ പറയുകയാണേ. അത് നിധി
നിധി നിൽക്കണ്ട എന്നൊരർത്ഥത്തിൽ പറയുന്നത് കൊണ്ട് തന്നെ നിധിക്ക് അതൊരു സങ്കടമാണ്. നിധിയുടെ കണ്ണ് നിറയാണേ. ആ സമയത്ത് നിധി എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞ് പോകാൻ ഇറങ്ങുമ്പോൾ സുഭാഷ് ചേട്ടൻ സുധീഷിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, അത് നിധിക്ക് സങ്കടമായെന്ന് തോന്നുന്നു കേട്ടോ, നിധിയുടെ കണ്ണ് നിറഞ്ഞത് കണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞതോ എനിക്ക് സങ്കടമായതോ ഒന്നും ഏട്ടനൊരു വിഷയമല്ലേ, ഏട്ടൻ അതൊന്നും കണ്ടില്ലേ, നിധി കരഞ്ഞതും നിധിയുടെ കണ്ണ് നിറഞ്ഞതും മാത്രമേ ഏട്ടൻ കണ്ടുള്ളൂ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ, നിങ്ങളുടെ ഇടയിലൊക്കെ കിടന്ന് ഞാൻ ആ വട്ടം കറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് സുഭാഷ് നീ ഇച്ചിരി കഞ്ഞി കുടിക്കുമെന്ന് പറഞ്ഞ് കഞ്ഞിയൊക്കെ കോരി കൊടുക്കാനിട്ടോ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പരിചരിക്കുകയാണ്. അപ്പോൾ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ വീട്ടിൽ ചെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം, കാല് നിലത്ത് കുത്തരുത് എന്നൊക്കെ കുറേ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും സുധീഷിനെ വീട്ടിലേക്ക് വിടുന്നത്. അങ്ങനെ സുഭാഷ് ചേട്ടനും സുധീഷും വീട്ടിലേക്ക് വരുന്നത് കാത്തിരിക്കായിരിക്കും കേട്ടോ നിധി. ഇവർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിധി ഓടി ചെന്ന് വാതിൽ തുറക്കുകയും ഇറങ്ങി ഓടിച്ചില്ലാണ് കേട്ടോ. അങ്ങനെ സുധീഷിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ വരുമ്പോൾ സുധീഷ് കൈ തട്ടി മാറ്റി വിടുകയാണ് കേട്ടോ. അത് പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് ഹരീഷും നികേഷും കൂടെ. നികേഷ് പറഞ്ഞിട്ട്, എന്താ ഏട്ടാ ഇത്, ഒന്ന് അടുത്ത് വരുമ്പോഴത്തേക്കിനും ഏട്ടൻ ഒരു വിധത്തിൽ തുടങ്ങും, അല്ലെങ്കിൽ ഏട്ടത്തി ഒരു വിധത്തിൽ തുടങ്ങും, ഇങ്ങനെ നിന്നാൽ ഈ ജന്മത്തെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുള്ളൂ, അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളും വില കളഞ്ഞ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്, ഇനിയിപ്പം ഞാനത് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അവൾ എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടത്തി നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ല, അതുകൊണ്ട് ഏട്ടൻ നീ 2 പ്രാവശ്യം ഇങ്ങനെ ഏട്ടത്തിയെ മാറ്റി നിർത്തിയാൽ ഏട്ടത്തി പിന്നെ ആ ഒരു വഴിക്കങ്ങ് പോകത്തേ ഉള്ളൂ, അല്ലാതെ നിൻ്റെ അടുത്ത് അടുക്കാൻ ഒന്നും ശ്രമിക്കത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന മാക്സിമം യൂട്ടിലൈസ് ചെയ്തോണം, അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് വിഷമിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുണ്ടോ. അപ്പോൾ സുധീഷിനും അങ്ങനെ തോന്നുകയാണ്. കാരണം നിധിയെ അവോയ്ഡ് ചെയ്യും തോറും നിധി തന്നിൽ നിന്നും അകന്നു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം സുധീഷിൻ്റെ മനസ്സിൽ വന്നുകൂടുകയാണ്. അങ്ങനെ സുധീഷാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് തീരുമാനിക്കുന്നത് നിധിയായിട്ടുള്ള പിണക്കൊക്കെ അങ്ങ് മാറ്റിയേക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ സുധീഷാണെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു എന്ന് പറയാനേ. അപ്പോൾ നിധി അത് കേട്ടിട്ടും അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ നിധി തന്നോടാ പറഞ്ഞത്, എനിക്ക് കുറച്ച് വെള്ളം വേണം, അല്ല ഞാൻ വെള്ളം എടുത്ത് കുടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കുടിക്കാതെ പിന്നെ തനിച്ചിരി വെള്ളം എടുത്തുകൊണ്ട് തന്നെ എന്നിങ്ങനെ പറയാനുണ്ടോ. പെട്ടെന്ന് നിധി ചിരിച്ചുകൊണ്ട് തന്നെ പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണേ. അപ്പോൾ വെള്ളം ഇങ്ങനെ തലമണ്ടയിൽ കയറുകയാണോ, പെട്ടെന്ന് തട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി കിടക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് കിടക്കണം, ഒന്ന് പിടിക്കുമോ എന്ന് ചോദിക്കണം. അങ്ങനെ താങ്ങി പിടിച്ചൊന്ന് കിടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് രാത്രിയാകുമ്പോൾ നല്ല വേദനയുണ്ടെന്നൊക്കെ ഇങ്ങനെ ഹരീഷിനോടൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. സുധീഷ് പെയിൻ കില്ലർ കഴിച്ചിട്ടും നല്ല വേദനയാണെന്ന് പറയുകയാണേ. അപ്പോൾ നിധി അടുക്കിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ കാല് കുറച്ച് തിരുമ്മിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാക്കുകയാണേ. പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയാസമയങ്ങളിൽ ഗുളികകളൊക്കെ എടുത്തു കൊടുക്കുന്നത് നിധിയായിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും സുധീഷിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നതും എല്ലാം നിധിയായിരിക്കുമേ. അങ്ങനെ നിധിയും സുധീഷും കൂടെ ചെറിയൊരു രീതിക്ക് തന്നെ അടുപ്പമൊക്കെ ഉണ്ടാകുകയാണ് കേട്ടോ. അങ്ങനെ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങണം, ഈ റൂമിലേക്ക് കിടന്നിട്ട് എനിക്കിങ്ങനെ ശ്വാസം മുട്ടുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ, അയ്യോ എങ്ങനെ പുറത്തേക്ക് പോകും, കാല് നല്ല ഇതായിട്ടിരിക്കല്ലേ, സ്റ്റെയിൻ ചെയ്തതിന് വേദന എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ വേദന എടുക്കുമായിരിക്കും, പക്ഷേ എന്നാലും എനിക്ക് പുറത്ത് പോയി ഒരു 10 മിനിറ്റ് ഇരിക്കാൻ തോന്നുകയാണ് എന്ന് പറയുമ്പോൾ നിധി പറഞ്ഞത് എന്നാ പോകാമെന്ന്. ആ ഒരു സമയത്ത് നികേഷ് കോളേജിൽ പോയിട്ടുണ്ടായിരിക്കും, സുഭാഷ് ചേട്ടനാണെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കും, ഹരീഷും പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഭാസ്കരപിള്ളിയോട് പറയുന്നുണ്ട്, അച്ഛാ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, സുധീഷിനെ വെളിയിലേക്ക് കൊണ്ടുപോകാനാന്ന് പറയുമ്പോൾ അവനെ വരയ്ക്കാത്തങ്ങോട്ട് അടങ്ങിയിരിക്കത്തില്ല, ഇനി വെളിയിലോട്ട് ഇറങ്ങാത്തതിൻ്റെ കേടുള്ളവന് മര്യാദയ്ക്ക് ഇറങ്ങണം, അവനോട് അടങ്ങിയിരിക്കാൻ പറ എന്ന് പറയുമ്പോൾ ഒരു കാലിങ്ങനെ നൂർത്തി ഒരു ചവിട്ട് കൊടുക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ നമ്മുടെ സുധീഷ്. പക്ഷേ കാല് പെട്ടെന്ന് പെയിൻ എടുക്കുകയാണേ. ആ സമയത്ത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് സുധീഷിൻ്റെ കൈയാണെങ്കിൽ നിധിയുടെ തോളിലിടുകയാണ്. എന്നിട്ട് നിധിയാണെങ്കിൽ സുധീഷിനെ വയറിൻ്റെ അവിടെ കൊണ്ട് വട്ടം ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. അതൊക്കെ സുധീഷിന് വല്ലാത്തൊരു ഒരു ഫീലിങ്സ് തന്നെ ആയിരിക്കും, വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുകയാണ്. സുധീഷ് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഒരു ദിവസം 3-4 റൗണ്ട് ഒന്ന് നടക്കാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നിധിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒത്തി നടക്കാൻ കേട്ടോ. നിധിക്കാണെങ്കിൽ സുധീഷിൻ്റെ ഒരു വെയിറ്റ് തൻ്റെ മേലിലേക്ക് വരും തോറും അത് ഒരു ഇതായിട്ട് തോന്നുകയാണ്, കാരണം നല്ലൊരു വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ. എന്നിട്ട് പക്ഷേ സുധീഷ് ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, എനിക്കും വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സോറി എന്നാൽ ഇവിടെ കുറച്ച് നേരം ഇരിക്കാമല്ലേ എന്നിങ്ങനെ പറഞ്ഞാൽ അവിടെ മുറ്റത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം മുറ്റത്തൊക്കെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് നിധി എന്നാൽ അകത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ എന്നാൽ പോയേക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെയും തോളിലൊക്കെ കഴിയിട്ട് 2 പേരും റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ കട്ടിലിൽ കൊണ്ട് പിടിച്ചിരുത്തുകയും കിടത്തുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത്
എനിക്കാണെങ്കിൽ കുറച്ച് വെള്ളം വേണമെന്ന് പറയുമ്പോൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയും അങ്ങനെ എല്ലാ രീതിയിലും പരിചരിക്കാനായിട്ട് നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിനെ ഇതൊക്കെ കാണുമ്പോൾ സുധീഷിന് ഒരുപാട് സന്തോഷമാകാണ്. സുധീഷിൻ്റെ മനസ്സ് നിറയാണ്. എന്നിട്ട് സുധീഷ് തന്നെ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഇവൾക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഓഫീസിൽ പോകാതെ എന്നെ പരിചരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുമോ, സുഭാഷ് ചേട്ടൻ ആവുന്ന പറഞ്ഞതല്ലേ സുഭാഷ് ചേട്ടൻ നിന്നോളാമെന്നും എന്നെ നോക്കിക്കൊള്ളാം എന്നൊക്കെ. പക്ഷെ നിധി അതൊന്നും സമ്മതിച്ചില്ലല്ലോ. നിധിയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് പറയുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവൾ എല്ലാത്തിനും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പകുതി ആശ്വാസം എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ സുധീഷ്. മറുവശത്താണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ പിന്നെ കുറഞ്ഞിട്ട് വേണം ഓഫീസിലേക്ക് പോകാനെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരിക്കുമേ. ആ സമയത്ത് ഹരീഷും നികേഷും എല്ലാം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് ഭാര്യയുടെ കരുതലും സ്നേഹമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെ കുറേ കാലം കൂടി കിടന്നാലോ എന്ന് ഞാൻ അങ്ങ് ആലോചിച്ച് പോവാം. കാരണം സമയാസമയത്ത് ഭക്ഷണം മരുന്ന് കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ തന്നെ അവൾ ചെയ്തു തരുന്നുണ്ട്. പിന്നെ തിരിച്ചു കിടത്താൻ വരുന്നു, എണീക്കുമ്പോൾ കൂടെ പറഞ്ഞു, ടോയ്ലറ്റിൽ പോകുമ്പോൾ കൂടെ പറഞ്ഞു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഭാര്യയുടെ എല്ലാ കടമകളും നിർവഹിക്കാൻ തുടങ്ങി അല്ലേ ഏട്ടത്തി എന്നിങ്ങനെ പറയുമ്പോഴത്തേന് കുറച്ചൊക്കെ എന്നാലും അവളുടെ മനസ്സങ്ങ് പൂർണ്ണമായിട്ട് തെളിയുന്നില്ല, അതിനി വഴിയെ തെളിഞ്ഞോളും എന്ന് ഹരീഷും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹരീഷിനോട് സുധീഷ് പറയാണ്, എനിക്കിന്ന് വീട്ടിൽ പേരക്കകത്ത് തന്നെ ഇരുന്നിട്ട് ആകെ ഒരു വീർപ്പുമുട്ടലായിരുന്നു. ഞാൻ അവളോട് വെളിയിലേക്കൊന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പോൾ അവൾ എന്നെ കൊണ്ടുപോയി ഇങ്ങനെ തോളിലൊക്കെ കൈയിട്ട് താങ്ങി പിടിച്ച് എന്താ രസം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, അപ്പോൾ ഇന്ന് ഇവിടെ അത്രയും സംഭവ വികാസങ്ങളൊക്കെ നടന്നല്ലേ, കൊള്ളാം കൊള്ളാം, ഇത് തന്നെ മിക്കവാറും ഇനി കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാനത് ചിന്തിക്കാതിരുന്നില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാലോ എന്ന് ആലോചിക്കുക. കാരണം അവളുടെ മനസ്സിൽ ചെറിയൊരു ഇടം എനിക്കുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി പതിയെ അത് വളർത്തിയെടുക്കണം. അങ്ങനെ പല പല പ്ലാനിങ്ങുകളും ഉണ്ട് എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരീഷിനും ഒരുപാട് സന്തോഷമാകാണ്. എന്നിട്ട് ഹരീഷാണെങ്കിൽ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കാനിട്ടോ നമ്മുടെ സുധീഷും